അടുത്തത് നമ്മളിപ്പോൾ രണ്ട് ഓർഗനാണ് പറഞ്ഞത്. ജനറൽ അസംബ്ലി, ദ സെക്യൂരിറ്റി കൗൺസിൽ. തേർഡ് വൺ ഈസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. Economic and Social Council is an organ responsible for the economic and social work of the United Nations organization and the coordination of all the policies and activities of the specialized agencies of the United Nations. അപ്പം ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താണ്? ഇക്കണോമിക് ആൻഡ് സോഷ്യൽ വർക്ക്, എക്കണോമിക്കായിട്ടും സോഷ്യലായിട്ടുള്ള എല്ലാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ എല്ലാ വർക്കും ചെയ്യുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. മറ്റൊന്ന്, എ ലോട്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഓർ ഏജൻസീസ് ഹാവ് ബീൻ ഫങ്ഷൻ അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഈ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് നമുക്കറിയാലോ, ഇപ്പം യൂണിസെഫ്, യുനെസ്കോ, WHO, പിന്നെ ഒത്തിരി ഇങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. അത്തരം ഏജൻസീസിൻ്റെ കൺട്രോളും ആർക്കാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിനാണ്. It consists of 54 members, 18 of whom are elected each year by the General Assembly for a 3-year term. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 54 members, 18 of whom are elected each year for a 3-year term. Each member has one vote representative and one vote. Each member എന്ന് വെച്ചാൽ each country has one representative and one vote. And retiring members are eligible for immediate re-election. And the president is elected for 1 year and can be re-elected. President of the Economic and Social Council 1 year ആണ്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ, ടു മേക്ക് ഓർ ഇനിഷ്യേറ്റ് സ്റ്റഡീസ്, റിപ്പോർട്ട്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഓൺ ഇൻ്റർനാഷണൽ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ്. ഏതൊക്കെ മാറ്റേഴ്സിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്? ഇൻ്റർനാഷണൽ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, സാമൂഹിക, സാമ്പത്തിക എല്ലാ കാര്യങ്ങളിലുമുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് റെസ്പെക്ട് ഫോർ ആൻഡ് ഒബ്സർവൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒബ്സർവൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ റിപ്പോർട്ടും നടത്തേണ്ടത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. ടു കോൾ ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ആൻഡ് പ്രിപ്പയർ ഡ്രാഫ്റ്റ് കൺവെൻഷൻസ് ടു ജനറൽ അസംബ്ലി. To call for international conferences and prepare draft conventions for submission to General Assembly. ജനറൽ അസംബ്ലിയുടെ ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകളും ഓരോരോ കൺവെൻഷൻസ്, ഇപ്പം എന്താണ്, സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കുക, എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൺ, പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ക്യാമ്പയിൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആണ്. പിന്നെ എന്താണ്? ടു നെഗോഷിയേറ്റ് അഗ്രിമെൻറ്റ്സ് വിത്ത് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ടു പെർഫോം ദോസ് ഫങ്ഷൻസ് അപ്രൂവ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഇതെല്ലാം. പിന്നെ എന്താണ്? ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ അക്രഡിറ്റിംഗ് കൺസൾട്ടേഷൻ വിത്ത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് കൺസേൺഡ് വിത്ത് മാറ്റേഴ്സ് ഫാളിംഗ് വിത്ത് ഇറ്റ്സ് കോമ്പറ്റൻസ്. മറ്റ് NGOസുമായിട്ടുള്ള മീറ്റിങ്ങുകളുമെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ആരാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന് ധാരാളം ഒത്തിരി സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കണം. കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ്, കമ്മീഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഡെവലപ്മെൻറ്റ്, 1-2 പറ്റുമെങ്കിൽ പഠിക്കുക. കമ്മീഷൻ ഓൺ ക്രൈം പ്രിവെൻഷൻ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഇവയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ഏരിയയിൽ ഫാൾ ചെയ്യുന്ന കുറച്ച് കമ്മീഷൻസാണ്. അതുകൂടാതെ 5 റീജിയണൽ എക്കണോമിക് കമ്മീഷനുണ്ട്, ഓരോന്നുമുണ്ട്. ഒന്ന് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ആണ്. മറ്റൊന്ന് ഫോർ വെസ്റ്റേൺ ഏഷ്യയ്ക്കുണ്ട്, ഫോർ ആഫ്രിക്ക, ഫോർ യൂറോപ്പ്, ഫോർ ലാറ്റിൻ അമേരിക്ക. ഓരോന്നിൻ്റെയും പേരിന് വ്യത്യാസമുണ്ട്. ഒന്ന് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ, നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റേൺ ഏഷ്യ, മറ്റൊന്ന് എക്കണോമിക് ആൻഡ് കമ്മീഷൻ ഫോർ ആഫ്രിക്ക. യൂറോപ്പിൻ്റെ പേര് എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ്. പിന്നെ എന്താണ്? ലാറ്റിൻ അമേരിക്കയ്ക്ക് എക്കണോമിക് കമ്മീഷൻ ഫോർ ലാറ്റിൻ അമേരിക്ക. അത്രയുമാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ എന്തിനാണ്? ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദോസ് ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറീസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ബോഡിയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈം ഉദ്ദേശം എന്ന് പറയുന്നത് ദ പ്രൊമോഷൻ ഓഫ് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഇൻഹാബിറ്റൻസ് ഓഫ് ദ ട്രസ്റ്റ് ടെറിട്ടറീസ്.
ഏതെങ്കിലും ഒരു ടെറിട്ടറിക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആ ടെറിട്ടറിയിലും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെയും കാര്യങ്ങൾ നോക്കുന്ന ജോലിയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിനുള്ളത്. 45-ൽ ധാരാളം ഇത്തരം ടെറിട്ടറീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഏകദേശം ഇല്ലാതെ ആയിട്ടിരിക്കുകയാണ്. So the basic goal of this trusteeship system is to promotion of the advancement of the inhabitants of the trust territories and their progressive development towards self-government. It administers several territories in Asia and Africa. അത്രയും മാത്രം ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഈസ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ. നാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. അതിൻ്റെ ജോലി എന്തായിരിക്കും? ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ കൺട്രീസ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ഹേഗിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 15 ഇൻഡിപെൻഡൻറ്റ് ജഡ്ജസ്. എത്ര ജഡ്ജസ് ഉണ്ട്? 15 ആണ്. ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ആൻഡ് ദേ ആർ ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 9 ഇയേഴ്സ്. 9 ഇയേഴ്സാണ് അവരെ എലക്ട് ചെയ്തിരിക്കുന്ന ടേം. ഇറ്റ് കൺസിഡേഴ്സ് ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഇൻവോൾവിങ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ട്രീറ്റി, ക്വസ്റ്റ്യൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറ്, അതിനെപ്പറ്റി അതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാറുണ്ട്, പരിഹാരം കണ്ടെത്താറുണ്ട്. മറ്റൊന്ന് എന്താണ്? ഇൻ്റർനാഷണൽ ലോ, അന്താരാഷ്ട്ര നിയമം രാജ്യങ്ങൾ തമ്മിൽ അനുസരിക്കാതെ വരുമ്പോഴും ഇതിൻ്റെ അടുത്താണ് കംപ്ലൈൻറ്റുമായി ചെല്ലാറുള്ളത്. ഇതിന് പക്ഷേ ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ് കനോട്ട് ബി ബൈൻഡിങ് ഓൺ കൺട്രീസ്. അതിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ബൈൻഡിങ് ഒന്നുമല്ല, അനുസരിക്കണം എന്ന് നിർബന്ധമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമ്മതിച്ച് വന്ന് അനുസരിക്കാം എന്നേ ഉള്ളൂ. പിന്നെ ഇറ്റ് വിൽ റെഫർ ഓൾ ദ കേസസ്, ഇറ്റ് വിൽ ലുക്ക് ഓൾ ദ കേസസ് വിച്ച് ഇസ് റെഫേർഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് അസംബ്ലി ഓർ UN ഓർഗൻസ്. അതുകൊണ്ടാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി എന്ന നിലയിൽ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 2-fold ജൂറിസ്ഡിക്ഷനാണ്. കണ്ടെൻഷ്യസ് ആൻഡ് അഡ്വൈസറി. അഡ്വൈസറി എന്ന് വെച്ചാൽ ഏതൊരു മാറ്ററിലും അവർ അഡ്വൈസ് കൊടുക്കാറുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്. ഫസ്റ്റ് വൺ കണ്ടെൻഷ്യസ് എന്ന് പറയുമ്പോൾ എനി 2 നേഷൻസ്, ഏതെങ്കിലും 2 നേഷൻസ് റെഫർ ചെയ്ത് അവിടെ വരികയാണെങ്കിൽ മാത്രമേ അവർ കേസ് നോക്കാറുള്ളൂ. ഡിസ്പ്യൂട്ട്സ് കൺസേണിങ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട് ആർ സെറ്റിൽഡ് ബൈ ദ കോർട്ട് ഇറ്റ്സെൽഫ്. ഇനി എത്ര കേസുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫ്രം 1946 to 2005, 100 cases are referred to this court and court had delivered 89 judgments. അത്രയും കേസുകളെ വരുന്നുള്ളൂ. 1946 മുതൽ 2005 വരെ എടുത്താൽ only the 100 cases are referred to this court and the court had delivered 89 judgments. And of the 75 countries that had been involved in litigation, കേസ് നടത്തിയ 75 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കേസ് നടത്തിയിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്, US, ഫോളോഡ് ബൈ ബ്രിട്ടൻ. അതിനുശേഷം പിന്നെ ബ്രിട്ടനാണ് രണ്ടാമത്തെ സ്ഥാനം ഉള്ളത്. പിന്നെ കോർട്ട് പലപ്പോഴും അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസിന് എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന്. അഡ്വൈസറി ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളതിൽ UN മെമ്പർഷിപ്പിൻ്റെ ഇഷ്യൂ, ടെറിട്ടോറിയൽ സ്റ്റാറ്റസ് ഓഫ് നെബീമിയ, വെസ്റ്റേൺ സഹാറ, പിന്നെ എക്സ്പെൻസ്, ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ടുകൾ, ഇത്തരം കേസുകളിലൊക്കെ തന്നെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്? ഇറ്റ് ഹാസ് പ്രൊവൈഡ് സർട്ടൺ അഡ്വൈസ് ടു ദ UNO ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. മറ്റൊന്ന് കണ്ടെൻഷ്യസ് ജൂറിസ്ഡിക്ഷൻ എന്നാണ്. എന്ന് വെച്ചാൽ two nations can approach the International Court of Justice for relief and the court will mediate between these two countries. അത്രയുമാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓർത്തോളൂ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹേഗാണ്. 9 ഇയറാണ്. 15 ഇൻഡിപെൻഡൻറ്റ് ജഡ്ജസ് ആണ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. ലീഗൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ട്രീറ്റീസ് ആണ് പ്രൈം ഫങ്ഷൻ. പിന്നെ 2 ജൂറിസ്ഡിക്ഷൻസ്, കണ്ടെൻഷ്യസ് ജൂറിസ്ഡിക്ഷൻ ആൻഡ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ.
ഇനി പോയിൻ്റായിട്ട് വേണം നിങ്ങൾ ഓർത്ത് അത്. ഇനി ലാസ്റ്റ് വൺ സെക്രട്ടേറിയറ്റ് ആണ്. ലാസ്റ്റ് ഓർഗനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഇറ്റ് കോഓർഡിനേറ്റ്സ് ആൻഡ് അഡ്മിനിസ്റ്റേഴ്സ് ദ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ലേഡ് ഡൗൺ ബൈ അതർ ഓർഗനൈസേഷൻസ്. ബാക്കിയുള്ള ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാംസും പോളിസീസും കോഓർഡിനേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഫംഗ്ഷനാണ് ആർക്കുള്ളത്? സെക്രട്ടേറിയറ്റിന് ഉള്ളത്. ഇറ്റ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഇറ്റ് കോഓർഡിനേറ്റ്സ് ആൻഡ് അഡ്മിനിസ്റ്റേഴ്സ് ദ പ്രോഗ്രാംസ് ആൻഡ് അതർ പോളിസീസ് ലേഡ് ഡൗൺ ബൈ അതർ ഓർഗനൈസേഷൻ. Secretariat consists of Secretary General, who is the Chief Administrative Officer of the United Nations Organization. ആരാണുള്ളത്? സെക്രട്ടറി ജനറൽ ആണ്. ഹി ഈസ് നോൺ ആസ് ദ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓഫ് UN. ഇതാണ് അദ്ദേഹത്തെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്താണ്? ആൻഡ് എ ലോട്ട് ഓഫ് സ്റ്റാഫ് ആർ ദെയർ. ഏകദേശം 9,000 സ്റ്റാഫുകളാണ് എവിടെ ഉള്ളത്? സെക്രട്ടേറിയറ്റിലുള്ളത്. ആസ് പെർ ദ റെക്കോർഡ് ഇൻ 2004. ദ ടോട്ടൽ സ്റ്റാഫ് ഓഫ് ദ സെക്രട്ടേറിയറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 90,000. അത്രത്തോളം സ്റ്റാഫുകളുണ്ട് ഫോർ ഹെൽപ്പിംഗ് ദ സെക്രട്ടറി ജനറൽ. ആൻഡ് സെക്രട്ടറി ജനറൽ എത്ര വർഷത്തേക്കാണ്? ഈസ് അപ്പോയിൻറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years. പിന്നെ സെക്രട്ടേറിയറ്റ് UNOയെ എല്ലാ കാര്യത്തിലും അസിസ്റ്റ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത് ഫോർ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഫറൻസസ്, സർവേ, ഹ്യൂമൻ റൈറ്റ്സ് ഏരിയ, ഡിസാർമമെൻറ്റ്, ഡെവലപ്മെൻറ്റ്. ഈ ഏരിയയിലാണ് സെക്രട്ടേറിയറ്റ് UNOയെ അസിസ്റ്റ് ചെയ്യുന്നത്. പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് ഏതൊക്കെ ഏരിയയാണ്? പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. പിന്നെ എന്താണ്? കോൺഫറൻസസിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒന്നെന്ന് പറയുന്നത് സർവേ. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഏരിയയിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എഴുതുന്നത് നിങ്ങളൊന്നും കൂടെ ആ പോയിൻ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ്. പിന്നെ അസിസ്റ്റ് ചെയ്യുന്നത് ഡിസാർമമെൻറ്റ്, ഡെവലപ്മെൻറ്റ്. ഡിസാർമമെൻറ്റ് ഉണ്ട്. ലാസ്റ്റ് വൺ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കൺസേൺ വെച്ചിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റ് UNO in various activities such as administration of peacekeeping operations, organization of international conferences, survey of worldwide problems, human rights, disarmament. In all these areas, the Secretariat keeps on assisting the United Nations organizations. പിന്നെ there's an article known as Article 99 of the UN Charter. UN Charterൽ Article 99 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. UN Charter എന്ന് പറയുമ്പോൾ UN Charter is known as the Constitution of UNO. UNOയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്ന പേര് UN Charter എന്നാണ്. UDHR, UN Charter, ചിലപ്പോൾ ഇതൊക്കെ 1 മാർക്ക്. ചില ഈ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. നിങ്ങളൊക്കെ അന്നേരം വായി തോന്നുന്നതൊക്കെ എഴുതി വെക്കുന്നത്. UNOയുടെ നമ്മൾ പല സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും ഉണ്ട്. അതിൻ്റെയൊക്കെ ചിലപ്പം 1 മാർക്കിനൊക്കെ ചോദിക്കും. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. ഒന്നാമത്തെ ഇങ്ങനെ 1 മാർക്കിന് ചോദിക്കുമ്പോൾ ഏത് പാർട്ടിലേക്ക് അതിനെ യുണൈറ്റ് ചെയ്യണമെന്ന് ആദ്യം ആലോചിക്കണം. എക്കണോമിക് ആൻഡ് റിലേറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടതാകാം. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയൊക്കെ 1 മാർക്കിനൊക്കെ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. വേറെ ഒന്നും എഴുതേണ്ട, പക്ഷേ ഫുൾ ഫോം മതി. പക്ഷേ മിക്കവാറും ഒക്കെ പിന്നെ UDHR എപ്പോഴും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 99 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the Secretary General can ask the Security Council to lead on particular issue. UN സെക്രട്ടറി ജനറലിന് വേണമെങ്കിൽ യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിലിനോട് ഇന്ന മാറ്ററിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനൊരു സ്പെഷ്യൽ റൈറ്റ് ഉണ്ട് അണ്ടർ ആർട്ടിക്കിൾ 99 ഓഫ് ദ UN ചാർട്ടർ. ഇത്രയേ ഉള്ളൂ സെക്രട്ടേറിയറ്റിനെ പറ്റി പറയാനായിട്ട്. സെക്രട്ടേറിയറ്റ് ക്യാരീസ് ഔട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഓഫ് ദ UNO ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ദ പോളിസീസ് ഓഫ് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ ആൻഡ് ഓൾ അതർ ഓർഗൻ. It is considered as it provides overall intellectual guidance and administrative directions to the lower staff. Intellectual guidanceും അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ഷൻസും ഒക്കെ കൊടുക്കുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. പിന്നെ 2004 കണക്കാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 9,000 ഓഫീസസ് ഉണ്ട്.
പിന്നെ 25,000 ഓഫീസേഴ്സ് സ്പെഷ്യൽ ഫണ്ടിങ് പല വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ഉണ്ട്. അതാണ് ഹ്യൂജ് എക്സ്പെൻസ് ഉണ്ട് UNOയ്ക്ക്. ആ ഹ്യൂജ് എക്സ്പെൻസ് കൂടുതലും USA ആണ് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് USA ഒരു സബ് ആമായിട്ട് പലപ്പോഴും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനും സെക്യൂരിറ്റി കൗൺസിലും മാറുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ കോവിഡ് കാലത്ത് കേട്ടതാണ്. ട്രംപ് എന്തായാലും USA മുൻ പ്രസിഡന്റ് പറഞ്ഞത് എന്തായിരുന്നു, WHOയ്ക്ക് ഫണ്ടിങ് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി അങ്ങനത്തെ ഫണ്ടിങ് നിർത്തുകയാണ്. കാരണം UNO എന്ന് പറയുന്ന ഓർഗൻ എല്ലാ രാജ്യങ്ങളുടെയും ഫണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇതൊക്കെയാണ് UNOയുടെ റിഫോംസ് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇത്രയും ഓർഗൻസ് പഠിച്ചു 2 വീഡിയോയിലായിട്ട്. അപ്പം സെക്യൂരിറ്റി കൗൺസിലിലെ റിഫോം ഒത്തിരി നമുക്ക് കോട്ട് ചെയ്യാനും ഒത്തിരി പറയാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ഒപ്പം സെക്രട്ടറി ജനറലും ഇതിൻ്റെ UNOയുടെ എക്സ്പെൻസ്, UNOയുടെ ഡീറ്റെയിൽഡ് എക്സ്പെൻസ് നമ്മൾ UNOയുടെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഒത്തിരി നോട്ട്സുകൾ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഓരോ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഇതെല്ലാം ഒരു 2 പാരഗ്രാഫിൽ അതിൽ നിന്ന് ചുരുക്കി എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പം UNOയുടെ എല്ലാ ഓർഗൻസും നമ്മൾ കംപ്ലീറ്റ് ആയി. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, പിന്നെന്താണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. ഓക്കെ.